ജില്ലയിൽ ശുചിമുറി മാലിന്യ സംസ്കരണത്തിന് സംവിധാനമൊരുക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് സെപ്റ്റിക് ടാങ്ക് ക്ലീനേഴ്സ് മസ്ദൂർ സംഘ് BMS അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. ബന്ധപ്പെട്ട മേഖലയിലെ 130 വാഹനങ്ങളിലെ തൊഴിലാളികളും അനുബന്ധ മേഖലയിലുള്ളവരും സമരത്തിൽ പങ്കെടുത്തുവെന്ന് നേതാക്കൾ അറിയിച്ചു. ജില്ലയിൽ ശുചിമുറി മാലിന്യ സംസ്കരണത്തിന് സംവിധാനമൊരുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള പ്രദേശ് സെപ്റ്റിക് ടാങ്ക് ക്ലീനേഴ്സ് മസ്ദൂർ സംഘ് BMSന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തി സംഘടന ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ മന്ത്രി ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടിട്ടും പരിഹാര നടപടി ഉണ്ടാകാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും കേരള പ്രദേശ് സെപ്റ്റിക് ടാങ്ക് ക്ലീനേഴ്സ് മസ്ദൂർ സംഘ് BMS ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് VP പറഞ്ഞു. കേരള റീബിൽഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർത്തല നഗരസഭയുടെ കീഴിൽ നിർമ്മിച്ച FSTP ശുചിമുറി മാലിന്യ പ്ലാന്റ് ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ജില്ലയിൽ 130ഓളം വാഹനങ്ങൾ സെപ്റ്റിക് ടാങ്ക് ശുചീകരണവുമായി ബന്ധപ്പെട്ട് നിരത്തിലുണ്ടെങ്കിലും 50ഓളം വാഹനങ്ങൾ ചേർത്തല നഗരസഭയുടെ അധീനതയിലുള്ളതും ആലപ്പുഴ ജില്ലയ്ക്ക് മുഴുവനായും പ്രയോജനപ്പെടുന്ന രീതിയിലുമുള്ള ശുചീകരണ പ്ലാന്റിൽ മാലിന്യം സംസ്കരിക്കുന്നതിന് മുൻകൂട്ടി പണമടച്ച് വാർഷിക വ്യവസ്ഥയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെന്നും പ്രദീപ് പറഞ്ഞു. ഈ വാഹനങ്ങൾക്ക് നിർത്തിവെച്ച കാലപരിധി പരിഗണിച്ച് രജിസ്ട്രേഷൻ തീയതി നീട്ടി നൽകേണ്ടതാണ് എന്നത് പരിഗണിക്കണമെന്നും പ്രദീപ് പറഞ്ഞു. ഈ ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചാണ് പണിമുടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്ലാന്റിലേക്ക് ലോഡുമായി എത്തുന്ന വാഹനങ്ങളിൽ നിന്നും അതാത് ലോഡിന്റെ യൂസർ ഫീയും അനുബന്ധ ചെലവുകളും മാത്രം ഈടാക്കി പാസ് അനുവദിക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടാകണം. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50 വാഹനങ്ങൾക്ക് മുൻഗണനാക്രമത്തിൽ പ്രവേശനാനുമതി അനുവദിക്കുകയും വേണം. ഈ കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ് പണിമുടക്കിലേക്ക് പോയതെന്നും നേതാക്കൾ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.